നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഇവിടെ നല്ല മഴയാണ് 3-4 ദിവസമായിട്ട്. രാത്രിയിലൊക്കെ ഭയങ്കര മഴയാണ്, പകലാണെങ്കിൽ നല്ല കാറ്റും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊത്ത് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് 3 ചപ്പാത്തിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ചപ്പാത്തിയെ 2 രീതിയിൽ ചെറുതാക്കി എടുക്കാം. ഒന്നുകിൽ കത്തി ഉപയോഗിച്ച് ചെറിയ കഷ്ണങ്ങളാക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ പൊടിക്കുന്ന ജാറുണ്ടല്ലോ, ആ ജാറിനകത്തിട്ട് പൾസ് ചെയ്തെടുത്താലും മതി. മിക്സിയുടെ ജാറിൽ ചപ്പാത്തി ഇട്ടിട്ട് അരച്ചല്ല എടുക്കേണ്ടത്. അതായത് റൈറ്റ് സൈഡിലോട്ടല്ല മിക്സി ഓൺ ആക്കേണ്ടത്, ലെഫ്റ്റ് സൈഡിലോട്ട് പൾസ് ചെയ്ത് എടുത്താൽ മതി. ഒരു 2-3 സെക്കൻഡ് പൾസ് ചെയ്താൽ മതിയാവും. പൾസ് ചെയ്ത് ഇങ്ങനെയാണ് വരുന്നത്. ചെറിയ പീസുകളും ഉണ്ടാകും, അതിന് വലിയ പീസുകളും ഉണ്ടാകും. പൾസ് ചെയ്യുമ്പം എല്ലാ ചപ്പാത്തിയും കൂടെ ഒരേ സമയം ഇടരുത്, ഈ 2 എണ്ണം വീതം ഇട്ട് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഒരു പാൻ വെച്ചിട്ട് 1.5 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ സവാള വളരെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർക്കണേ. ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ 2 ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഉള്ളി നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് പകുതി ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഏത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതെല്ലാം ചേർത്ത് കൊടുക്കാം. അതായത് ക്യാരറ്റ്, ക്യാബേജ്, വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇതൊക്കെ ചേർക്കാം. ക്യാപ്സിക്കം ഒരുപാടങ്ങ് വഴന്നു പോകണ്ട, ചെറുതായിട്ട് വഴന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി ഇതും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം നല്ലോണം വഴന്നു വന്നപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി അരച്ചു വെച്ചതാണേ. അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. തക്കാളി നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി ചേർത്ത് കൊടുക്കാം. ഈ ചപ്പാത്തി മസാലയിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴാണ് ചേർത്തത്. ഉപ്പ് കുറവുണ്ടെങ്കിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടെ കുറച്ച് പൊട്ടറ്റോ കറി ഉണ്ടായിരുന്നു ഉണ്ടാക്കിയത്, അതും കൂടെ ഞാൻ ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊട്ടും നിർബന്ധമില്ല ഇങ്ങനെ കറി ചേർത്ത് മിക്സ് ചെയ്യണമെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചിക്കൻ്റെ കറിയുടെ ഗ്രേവിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാം. ഗ്രേവി ഒന്നും ചേർക്കാതെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ടേസ്റ്റ് ഒന്ന് ഇച്ചിരി കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചിക്കൻ ഗ്രേവിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. താഴെ കളയാതെ കഴിക്കുക കേട്ടോ. എങ്ങനെയുണ്ട് നാരായണ? നീ പറയ്. എല്ലാവർക്കും അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കാണുക, അത്രേ ഉള്ളൂ.